ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. നിങ്ങൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോട്ടിലൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ അതിന് കുറച്ച് ജൂട്ടിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നോർമലി ആ ടൈപ്പിൽ ഒരു 1 ലെയർ ആയിട്ടുള്ള ആ ഒരു ടൈപ്പല്ല. ഇത് അതിൻ്റെ ഒരു 6 ലെയർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ്. ഇത് ഈ ബോക്സൊക്കെ ഇങ്ങനെ കെട്ടി വരുന്ന ടൈപ്പാണ്. എന്നിട്ട് ഞാനത് ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് അഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നന്നായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം, നമ്മൾ ആ ഫസ്റ്റിൽ ഒട്ടിക്കുന്ന ആ സ്ഥലത്ത്. എന്നിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2 എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചിട്ടൊരു കയർ പോലെ പിരിച്ചിട്ടാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആ ഒരു പിരിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു ഭംഗിയുണ്ട് ചെയ്യാനും. അപ്പോൾ ഈ പിരിച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത്ര സ്മൂത്തായിട്ട് അങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. കാരണം ഓരോ ഭാഗം ഇങ്ങനെ പിരിച്ച് റെഡിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേ നോർമലായിട്ട് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വൂളൻ ത്രെഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ജൂട്ട് ത്രെഡ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഒരുപാടാണെങ്കിൽ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഞാൻ നേരത്തെ ഒരു ബോട്ടിൽ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. അപ്പോൾ അത് ഓറഞ്ചിൻ്റെ മുസമ്പിൻ്റെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലായിരുന്നു. പക്ഷേ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം, ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളിത് ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്നും ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിൽ അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടിൽ ചെരുവ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജൂട്ട് ത്രെഡ് ആണല്ലോ, അപ്പോൾ അതിനിങ്ങനെ ഒരു നാര് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഈ ഒരു ജൂട്ട് ത്രെഡ് കത്തിപ്പോവരുത്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കൊക്കെ വേസ്റ്റ് ആയിട്ട് പോകുമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് ബേൺ ചെയ്ത് കിട്ടിക്കോളൂ, ആ നാരൊക്കെ. നിങ്ങൾ ഇതിന് പകരം പോളിഷ്ഡ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് അതുപോലെ വൂളൻ ത്രെഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പം നമ്മളുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഏലക്കായാണ്. ഇത് നല്ല ഏലക്കായാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൂപ്പൽ വന്നിട്ടുള്ള ഏലക്കായ ഉണ്ടായിരുന്നു, ചീത്തയായി പോയിട്ട് ഒരു പൂപ്പൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പൊളിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു അരി ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ ഒരുമാതിരി കളറായിട്ട് പൂപ്പൊക്കെ വന്ന് ആകെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, അതിന് വേറൊരു കളറാണ്, ഒരു പിങ്ക് പോലെ കളറൊക്കെ ആയിട്ടുണ്ട്. ചീത്തയായി പോവാത്ത നല്ല ഏലക്കായ ആണെങ്കിൽ അതിൻ്റെ ആ സീഡ്സ് ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ആ ഒരു തൊലി യൂസ് ചെയ്യാറില്ല, കാരണം ഭയങ്കര പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തൊലി ഞാൻ കളയാറാണ്. അപ്പോൾ ഇനി നിങ്ങളിതുപോലെ കിട്ടുകയാണെങ്കിലൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ തൊലി ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ ഒരു 3 ഇതള് പോലെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് അടർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു മേലുള്ള ഒരു വേരൊക്കെ പോലുള്ളതില്ലേ, അത് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഞാനിതിൻ്റെ ഒരു ബാക്ക് സൈഡിലില്ലേ, ആ ഒരു വേരുള്ളതല്ല, അല്ലാത്ത ഒരു വൈറ്റ് ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടൊന്ന് ഈ ഒരു ഏലക്കായൻ്റെ ആ ഒരു തൊലിയില്ല അതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഏലക്കായൻ്റെ തൊലീൻ്റെ ആ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു സൈഡിൽ അങ്ങനെ, പിന്നെ ഒരു സൈഡിൽ കുറച്ചൊരു ലൈറ്റ് കളറും അല്ലേ. അപ്പോൾ ആ ഗ്രീനിഷ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ഞാൻ വെളുത്തുള്ളീൻ്റെ ആ ഒരു വേര് പോലെയുള്ള ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ചല്ലാതെ നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭംഗി തോന്നുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷണം നടത്തിയതാണ്, ഒന്ന് വെച്ച് നോക്കിയിട്ട് ആദ്യം 2-3 ടൈപ്പിൽ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഭാഗം മാത്രം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അധികം ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ അടുത്തടുത്തൊരു പെറ്റൽ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ റൗണ്ട് മുഴുവനായിട്ടും ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെ ഇരിക്കും. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ഒരു റോയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് നമ്മൾ 2 പെറ്റൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇടക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതായത് നമ്മൾ 2 പെറ്റലിൻ്റെ ഒരു നടുക്ക്, ആ ഒരു നടുക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുമ്പോൾ അതിങ്ങനെ കാണുമല്ലോ, അപ്പോൾ അതിനാണ്.
ഇങ്ങനെ 2 പെറ്റലിൻ്റെ ഇടക്കല്ലാതെ നമ്മൾ ഓരോ പെറ്റലിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒട്ടിച്ച് കഴിയുകയാണെങ്കിൽ നമുക്കൊരു കട്ടിയായിട്ട് കിട്ടുമെന്നല്ലാതെ നല്ലൊരു ഭംഗി കിട്ടൂല. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ ഇടക്ക് കാണുന്ന സമയത്ത് നമുക്ക് കുറേ പെറ്റൽ ഒട്ടിച്ച പോലെ ഉണ്ടാവും, നല്ലൊരു ഭംഗിയാണ് കാണാനും. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വരുമ്പോൾ നല്ല രസമുണ്ട്, ഒരു സൺഫ്ലവർ പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ചെയ്യുന്നത് കാണിക്കാം. അപ്പം നമ്മൾ ആ ഒരു വെളുത്തുള്ളിൻ്റെ ആ ഒരു ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ഒരു വരിയില്ലേ, ആദ്യത്തെ ഒരു വരി കുറച്ച് ആ ഒരു തൊലിയിൽ ഒരു വീതി കൂടിയതും അതുപോലെ നീളം കുറഞ്ഞായിട്ടുള്ള ഒരു ടൈപ്പ് നോക്കിയിട്ട് ഒട്ടിക്കാം. എന്നിട്ട് അടുത്ത വരിയിൽ നമ്മൾ ഒട്ടിക്കുന്നത് കുറച്ചൊരു നീളം കൂടിയ ടൈപ്പ് ഒട്ടിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് ഒരു ഭംഗി കിട്ടുക. അങ്ങനെ ഞാനൊരു 4 ഫ്ലവർ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ 2 പെറ്റലിൻ്റെ പുറകിലായിട്ടൊരു പെറ്റൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അപ്പോഴാണ് കറക്റ്റ് ഒരു ഭംഗി കിട്ടുക. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചാൽ മതി നിങ്ങളും. അപ്പോൾ ഒരു സൺഫ്ലവർ മോഡൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിന് ഒരു സൺഫ്ലവറിൻ്റെ ഒരു കളർ കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവറിന് ഒരു യെല്ലോവും ചെറുതായിട്ടൊരു ഓറഞ്ചും കൂടെ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഫുള്ളായിട്ടൊന്ന് ഞാനിങ്ങനെ യെല്ലോ അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പം ആ 2 വരിയായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ രണ്ടിലും നന്നായിട്ട് പെയിൻറ്റ് അടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലും കൂടെ അങ്ങനെ ആ ഒരു കളർ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബാക്കിൽ ഒട്ടിച്ചിട്ടുള്ള അതിന് നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ ആ ഒരു 4 ഫ്ലവേഴ്സും പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പെയിൻറ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ, ആ ഒരു സൺഫ്ലവർ പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ആ സൺഫ്ലവറിൻ്റെ നടുക്കുള്ള ഒരു ബ്രൗൺ കളർ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ 2 കളർ ബ്രൗൺ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ഞാൻ ആ ഒരു ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടൊന്ന് അടിച്ചു നോക്കി. അപ്പോൾ അത് ഭംഗിയില്ല. പിന്നെ ഞാൻ ആ ഒരു ഡാർക്ക് ബ്രൗൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഡാർക്കാണ്. അപ്പോൾ ആ ഒരു കളറാണ് ശരിക്കും കറക്റ്റ് ഒരു മാച്ചിങ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു വെളുത്തുള്ളിൻ്റെ ഒരു വേര് പോലെ ഉണ്ടായിരുന്നല്ലോ, ആ ഭാഗം ഫുള്ളായിട്ട് സൈഡിലൂടെയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണേ. അപ്പോഴാണ് കറക്റ്റ് ഭംഗിയിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പെറ്റലിന് ചെറിയൊരു ഓറഞ്ച് കളറും കൂടെ ചെറുതായിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് യെല്ലോയും റെഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഓറഞ്ച് കളർ ഉണ്ടാക്കിയിട്ടൊന്ന് അടിച്ചു നോക്കി. അപ്പോൾ അതിന് ആ ഒരു ഭംഗി എനിക്ക് ഇഷ്ടമാകുന്നില്ല കളറ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നതൊരു പേൾ ഓറഞ്ച് ആയിരുന്നു. ആ ഒരു കളർ അടിച്ചു നോക്കിയപ്പം കുഴപ്പമില്ല, ആ ഒരു കളർ മാച്ചിങ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ആ ഒരു ബ്രൗണിൽ നിന്ന് ഇങ്ങനെ ആ ഒരു യെല്ലോയിലേക്ക് വരുന്ന ആ ഭാഗത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സൺഫ്ലവറിൻ്റെ നടുക്കുണ്ടാവില്ല, ഒരു ബ്രൗണിൽ ചെറിയൊരു ഗോൾഡൻ കളർ പോലെ എങ്ങനെ ഉണ്ടാവും, ഒരു നടുക്ക് ഇങ്ങനെ ഒരു പൂമ്പൊടി പോലെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഈ പേൾ ഓറഞ്ച് കൊടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഒരു കറക്റ്റ് ഒരു സൺഫ്ലവർ പോലെ തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഒരു സൺഫ്ലവറൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു ലീഫ് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഞാൻ അതിനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ് എടുക്കുന്നത്, ഒരു ഫയലിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഞാൻ അതിനൊരു ലീഫിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ക്രേ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പോഞ്ച് ഷീറ്റൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിന് നല്ലൊരു ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ലീഫിന്. ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഡിസൈനുള്ള ഒരു ലീഫാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പകുതിയായിട്ടൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് നഖം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ താഴെയുള്ള ആ ഒരു ലീഫിൻ്റെ ഒരു താഴല്ലേ, ആ ഒരു ഭാഗത്ത് നിന്നിങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഈ ലീഫിനൊക്കെ ഇങ്ങനെ ഒരു വെയിൻസ് ഉണ്ടാവില്ല, അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു 4-5 സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് കുറച്ചൊരു സ്പേസ് വിട്ടിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നഖം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റ് നല്ലൊരു ഡിസൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക, ഈ ലീഫിനൊക്കെ ഒരു വെയിൻസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊരു കട്ടിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലൈന് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എൻഡിൽ ചെറുതായിട്ടൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ഡിസൈനായിട്ട് വരും. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ വരും. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഒരു ലീഫ് അടിച്ച് നോക്കി സൺഫ്ലവറിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഒരുപാട് ടൈപ്പ് ഞാൻ വെട്ടി കട്ട് ചെയ്തൊക്കെ നോക്കി, അപ്പോൾ അതൊന്നും ശരിയായില്ല. പക്ഷേ ഇങ്ങനെ ആക്കി നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നി. ഇനി ഞാനിതിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ സാബ്ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പെയിൻറ്റ് ഓൾമോസ്റ്റ് ആ ഒരു സാബ്ഗ്രീന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ നേരത്തെ 1-2 ലീവ്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതിനൊരു മൊട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കണം ആ ഒരു സൺഫ്ലവറിന്. അപ്പം ഞാനൊരു യെല്ലോ ക്രേ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 4ആയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ ഈ സൺഫ്ലവറിൻ്റെ പെറ്റലുണ്ടാവുമല്ലോ, അതുപോലെ ഒന്നിങ്ങനെ ഒരു 2-3 ഇതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മളങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. എന്നിട്ട് ഇപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ ഒരു പീസായിട്ടാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ടിപ്പിൽ കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു നീളത്തിലാണ് നല്ലത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു പീസില്ലേ അതിൻ്റെ ആ ഒരു ഡബിളാണ് നല്ലത്. അപ്പോൾ നല്ലൊരു ആ ഒരു മൊട്ടിന് നല്ലൊരു കട്ടി ഉണ്ടാവും. അപ്പം ഞാനത് കട്ട് ചെയ്ത സമയത്ത് സൈഡും കൂടെ കുറച്ചധികം കട്ടായി പോയിട്ടുണ്ട്. അതാണ് ഒരു 4 പീസായിട്ട് കിട്ടിയത്. അപ്പം ഞാനൊരു 2 ബഡ് ഉണ്ടാക്കാനുള്ള രീതിയിലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ആ ഒരു അറ്റത്തും കൂടെ കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ വിട്ടുപോലല്ലോ, നല്ലൊരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് താഴെ കുറച്ചൊരു നീളം അധികമാണ്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാനത് എന്തിനാണെന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്നിങ്ങനെ വിടർത്തി നോക്കുമ്പോൾ നല്ലൊരു കുഞ്ഞ് സൺഫ്ലവറിൻ്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി അതിന് ഞാൻ കുറച്ചും കൂടെ പണിയുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഫുള്ള് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെമ്മും കൂടെ വേണ്ടേ. അപ്പോൾ ഞാൻ അതിന് ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ ചെറിയൊരു പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പർ വയറിൽ ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ വൂളൻ ത്രെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനൊരു 3 സ്റ്റെം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മളുടെ ആ ഒരു ഫ്ലവർ, സ്റ്റെമ്മ്, ലീഫ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോട്ടിൽ ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ആദ്യം ആ ഒരു സ്റ്റെമ്മ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലത്ര പെയിൻറ്റ് ചെയ്ത് അത്ര കറക്റ്റ് ആയിട്ടില്ല, നമ്മൾ റോൾ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആ 2 സ്റ്റെമ്മ് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതൊക്കെ ഫെവിക്കോൾ ആയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒരു 4 ഫ്ലവേഴ്സും അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലീഫില്ലേ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ഫ്ലവറിൻ്റെ താഴോട്ടായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന ഒരു ഭംഗി. അപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം കുറച്ചൊരു വലിയൊരു ടൈപ്പ് ലീഫാണല്ലോ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ ഒരു ബോട്ടിലൂടെ ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബഡ്സും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ആ ഒരു വെയിൽ തട്ടിയപ്പോഴാണ് ആ ഒരു ലീഫിന് പെയിൻ്റ് അടിച്ചത് അത്ര അങ്ങ് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ബഡ്സിൻ്റെ താഴെയുള്ള സെപ്പലൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ഏലക്കായൻ്റെ ഒരു തൊലി തന്നെ ഇങ്ങനെ 3 എണ്ണമായിട്ടുള്ള ഒരുമിച്ചുള്ളതില്ലേ അതൊന്ന് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അതൊന്ന് വിടർത്തി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഇല്ലേ, ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ ക്രേപ്പ് പേപ്പർ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് നല്ലൊരു പൂവിൻ്റെ ഒരു വിരിഞ്ഞു വരുന്ന ഒരു മൊട്ട് പോലെയുണ്ട്. നമ്മൾ ആ ക്രേപ്പ് പേപ്പർ റോൾ ചെയ്തപ്പോൾ ഒരു താഴെ ഒരു നീളത്തിലുള്ള ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കുറച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഏലക്കായൻ്റെ ആ ഒരു തൊലിക്കനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒട്ടിക്കുമ്പം ആ ഒരു ഏലക്കായൻ്റെ ഒരു 3 തൊലി ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിൽ ഒട്ടിക്കണം. എന്നിട്ട് ആ ഒരു നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ കീറിയിട്ട് ആ ഒരു ഭാഗമാണ് നമ്മൾ ബോട്ടിലിനോട് ചേർന്നിട്ടൊന്നിങ്ങനെ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഈ പൂവിൻ്റെ മൊട്ടിൻ്റെ താഴെയൊക്കെയുള്ള ആ ഒരു സെപ്പൽ പോലെ തന്നെയുണ്ട് കറക്റ്റ്. ഇപ്പം നമ്മളുടെ ആ ഒരു സൺഫ്ലവറിൻ്റെ ആ ഒരു പ്ലാന്റുള്ള ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സും ബഡ്സും ലീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഒരു ബഡ്സൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്നുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാർണിഷ് അടിച്ചു കൊടുക്കാം. 200 ml 74 റുപ്പീസാണ് റേറ്റ്. വുഡ് വാർണിഷാണ്. അപ്പോൾ ഞാനിത് ബോട്ടിലിൽ ആ ഒരു ഫ്ലവറിലും അതുപോലെ ആ ഒരു സ്റ്റെമ്മിൽ പിന്നെ ആ ബഡിന് ലീഫിനൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നാലിത് ഒരു നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, ഒരുപാട് കാലം ചീത്തയാവാതെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേവലക്ഷ്മി, ഷിഫാന, ശ്രീലു, 8th പഠിക്കുന്ന ആലിയ ആലിസ്, ഷഹാന, പിന്നെ ആയിഷ നസ്രിൻ, ഫിദ, ആസിയ, 7th പഠിക്കുന്ന ലീന, നാസിയ, 9th പഠിക്കുന്ന ഫർഹാന, ഷഹാന ഷെറി, 6th പഠിക്കുന്ന ആൻ മേരി, ഫിദ, ഫാത്തിമ, തളിപ്പറമ്പുള്ള റുമൈസ, പിന്നെ റമീസ സെറിൻ, കാത്തു, ഷസ്ന, അഫ്സിൻ, സിയ, 7th പഠിക്കുന്ന ഫാത്തിമ ഹസ, ആയിഷ സിയ, പിന്നെ 5th പഠിക്കുന്ന തസ്രീഫ്സ്, പിന്നെ 5th പഠിക്കുന്ന റിൻഷ, ഫാത്തിമ സുഹൈമ, ഫാത്തിമ സുമൈറ, പിന്നെ മെഹബിൻ പി അഷ്റഫ്. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏലക്കായൻ്റെ തൊലിയൊക്കെ കളക്ട് ചെയ്തിട്ട് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.